ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റിയോ പ്ലാന്റ് ആണ്. അത് നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെയിലിൻ്റെ കുറവുകൊണ്ടോ എന്താണെന്നറിയത്തില്ല, ഒരു സൈഡിൽ മാത്രമേ ഇത് ബുഷിയായിട്ട് വരുന്നുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുക, ആ ഭാഗത്തോട്ട് വേര് പിടിക്കുന്നില്ല. ആ രണ്ട് ചട്ടിയിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഞാൻ തൂക്കിയിടുന്ന ഒരു ഇതായിരുന്നു, അതിലും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ മണ്ണൊക്കെ കുറേയൊക്കെ പോയി അത് മുകളിലോട്ട് അതിൻ്റെ വേര് ഇതാവാൻ തുടങ്ങിയപ്പോൾ എന്തായാലും മൊത്തം ഒരു 5 ചട്ടിയിലോട്ടായിട്ട് ഇത് റീപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിന് ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചീഞ്ഞു പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സൈഡിലോട്ട് മാത്രം ഉണ്ടാവുന്നു. അതിന് വെയിലുള്ളിടത്തോട്ടും ഉണ്ടാവുകയാണ്. ഇനി വെയിൽ കൂടുതലുള്ളിടത്തേക്കും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഇത് എന്തായാലും നമുക്കിത് റീപ്പോർട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ബോർഡറൊക്കെ ആയിട്ട് വെക്കാനൊക്കെ പറ്റിയ ഒരു എന്താ പറയുക, ഒരു പൂന്തോട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ മതിലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്കിതിങ്ങനെ ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, റിയോ പ്ലാന്റ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. പല തരത്തിലുള്ള ഇലകളുണ്ട് ഇതിന്. അപ്പം എൻ്റെ കയ്യിൽ ഇതിലെ 1-2 കളറ് ആണുള്ളത്. ഇതൊരു കളറുണ്ട്, പിന്നെ വേറൊരു കളറുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ അപ്പോൾ ഞാൻ ഓൾറെഡി പോട്ടി മിക്സൊക്കെ ഞാൻ ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 3/4 ഭാഗത്തോളം കരിയിലയും ബാക്കി നമ്മുടെ മണ്ണും മണലും ചാണകപ്പൊടിയും മുട്ടത്തോടും കൂടിയിട്ടുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്ന പോട്ടി മിക്സ്. അപ്പം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇത് തട്ടിയെടുക്കാം. അപ്പോൾ തട്ടി ഒന്ന് പൊക്കിയൊക്കെ എടുത്താൽ വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ ശക്തിയായിട്ടൊന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വലിച്ചാലും പോരുന്നതൊക്കെയാണ്. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിനൊരു 5 സെറ്റാക്കി വെക്കാം. ഓരോ ചട്ടിയിലോട്ട് അത്യാവശ്യം ഒരേപോലെ അളവ് നോക്കിയിട്ട് നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ചെടിയും നട്ടു കൊടുക്കാം. അപ്പം ഓരോ ചെടിയും നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള പോട്ടി മിക്സാണ്, റെഡിയാക്കിയ ചട്ടിയാണ്. അതിലോട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പഴയ ചട്ടി തന്നെയാണ്. അതിന് മുകളിൽ കുറച്ച് മണ്ണെടുത്ത് നടിക്കുന്ന ഞാൻ കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ തയ്യാറാക്കിയെടുത്ത പോട്ടി മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ 5 ചട്ടികളാണ് ഞാൻ ഇതായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ബുഷിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 5 ചട്ടി എന്നുള്ളത് 10 ചട്ടിയാക്കി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലം ഒത്തിരി ഉള്ളവർക്ക് മാത്രമല്ല, ഈ ചെടി ഒരെണ്ണമായിട്ട് നിൽക്കുന്നതിനേക്കാളും ഭംഗിയാണ് കുറേ ചെടികൾ നിൽക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒരു ചെടിയെ ഞാൻ ഒരു 5-6 ചട്ടിയൊക്കെ ആക്കി എടുക്കും. പിന്നെ ഞാൻ മനസ്സിലിങ്ങനെ ഓർക്കും, ഇത് 5 നല്ലപോലെ വന്നിട്ട് വേണം ഇതിനി വേറൊരു 5 ചട്ടിയിലോട്ട് ആക്കാനെന്ന്. കാരണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെടികൾക്ക് കൂടുതൽ ഭംഗി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.